നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സും, നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുന്നുണ്ടോ, നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നും സ്നേഹിച്ചിരുന്നു എന്നതും അവർ തിരിച്ചറിയുന്നുണ്ടോ എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എനർജി റീഡിങ്സിൽ കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് റെസനേറ്റ് ആകാനും നിങ്ങളുടെ ഒരു യഥാർത്ഥ ഇൻഫർമേഷൻ, നിങ്ങൾക്ക് വളരെ റെസനേറ്റ് ആകുന്ന ഇൻഫർമേഷൻ ലഭിക്കാനും നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും റീഡിങ്സിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ജനറൽ റീഡിങ്സുകൾ കറക്റ്റായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടേതായിക്കോട്ടെ, നിങ്ങളുടെ ജീവിത മാറ്റങ്ങളായിക്കോട്ടെ, നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കമൻറ്റിൽ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്നുള്ള ഹെഡിങ്ങോട് കൂടി തന്നെ വേണം നമ്മൾ അഫർമേഷൻസ് ബുക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും എഴുതുന്ന സമയത്ത് ചെയ്യാൻ കേട്ടോ. കാരണം നമ്മൾ പ്രപഞ്ചശക്തിയുടെ മധ്യസ്ഥതയിലാണ് നമ്മുടെ അഫർമേഷൻസ് എഴുതുന്നത്. അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ആ ഒരു ശക്തിയുമായിട്ട് കണക്റ്റ് ചെയ്ത് തന്നെ അഫർമേഷൻസ് എഴുതുക. ഏതൊക്കെ രീതിയിലാണോ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ജീവിത സിറ്റുവേഷൻസ് നിങ്ങൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിലായിരിക്കും നിങ്ങൾ അഫർമേഷൻസ് എഴുതേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എന്ത് കാര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുമ്പോഴും ഓരോ നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മൾക്ക് നന്ദിയുള്ളവരായാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയമെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കാവുന്നതാണ്. അതിൻ്റെ 100 ഇരട്ടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുക കേട്ടോ. ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് മന്ത്രവാദം പോലുള്ള കാര്യമല്ല, പോയ ആളെ തിരിച്ചു വിളിച്ചു വരുത്തുന്നതൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക. ചിലർ അങ്ങനെയൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്കുള്ളൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്ന എനർജിയാണ് ടാറോ റീഡിങ്സ്. അപ്പം അതിൻ്റേതായ ആ ഒരു പവിത്രതയോടുകൂടി തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. ഇമോഷണലി നിങ്ങൾ ഓക്കെ ആവുന്നില്ല എങ്കിൽ, മനസ്സിനൊരു രീതിയിലും പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം മാനസിക പിരിമുറുക്കവും ഡിപ്രഷനും ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഓവർ തിങ്കിങ് ചെയ്യുന്ന പ്രശ്നം ഒരു പേപ്പറിലേക്ക് എഴുതി നിങ്ങളത് കത്തിച്ച് കളയുക, നിങ്ങളിൽ നിന്നും പറിച്ചു ദൂരെ കളയുക. അത് നിങ്ങൾ വ്യക്തിയെക്കുറിച്ചായിക്കോട്ടെ, സിറ്റുവേഷൻസിനെ കുറിച്ചായിട്ടോ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പാസ്റ്റിലെ ട്രോമകളായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളെ എപ്പോഴും അലട്ടുന്ന കാര്യം നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതുക, അതിനെ കത്തിച്ച് നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പുറന്തള്ളുക കേട്ടോ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കണക്റ്റഡ് ആക്കാൻ പറ്റുള്ളൂ. ടാറോ റീഡിങ്സ് എന്ന് പറയുന്ന മൈൻഡ് റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചോദ്യത്തിനും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു എനർജി തന്നെയാണ്. 100% നിങ്ങൾക്ക് ഈ ഒരു എനർജി വിശ്വസിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇപ്പം നിങ്ങളോടുള്ള അവരുടെ കറൻറ്റ് ഫീലിങ്സ്, ഈ ഒരു ടൈമിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഓർമ്മകളിലാണ് ഈ കറൻറ്റ് ടൈം അവർ കടന്നു പോകുന്നത്. പാസ്റ്റിലെ പല കാര്യങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങൾ, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻസുകൾ, നിങ്ങളിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന ചില പോസിറ്റീവ് ആകുന്ന എക്സ്പീരിയൻസുകൾ, ഇതെല്ലാം അവരിപ്പോൾ കറൻറ്റ്ലി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് അവരിപ്പം പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു പക്ഷേ അവരൊരു ഓപ്പർച്യൂണിറ്റീസ്, ഒരു അവസരം ആഗ്രഹിക്കുന്ന പോലുള്ള ഒന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും സംസാരിക്കാനുമൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയിലാണ് കറൻറ്റ്ലി അവർ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഒരു ഹയർ സെൽഫ് എനർജി, അതായത് ഒരു എന്താ പറയുക, ഒരു സെൽഫിഷ് എനർജിയൊക്കെ ഉള്ള പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. കുറച്ച് ഈഗോയൊക്കെ ഉള്ള പേഴ്സണാണ്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ വളരെയധികം ഒരു ഇൻസ്പിറേഷൻ പോലെയാണ്. അവരുടെ ജീവിതത്തിന് വല്ലാത്ത ഒരു ഉത്സാഹം അവർക്ക് ലഭിക്കുന്നു എന്ന് തന്നെ പറയാം.
ഒരു പക്ഷേ നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള പല കമ്മ്യൂണിക്കേഷൻസുകൾ അവർക്ക് ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്നതാണ്. നിങ്ങളെ നിന്നും അകന്ന് നിന്നാലും നിങ്ങളോട് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എപ്പോഴേക്കോ വളരെ പ്രഷ്യസായ, വളരെ പോസിറ്റീവ് ആകുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന നിമിഷങ്ങൾ നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതവർ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് കേട്ടോ ചിന്തിക്കുമ്പോൾ നിങ്ങളോടൊരു റെസ്പെക്റ്റും നിങ്ങളോടൊരു ആദരവ്, ഒരു പോസിറ്റീവ് ഫീലിങ്സ് ഒക്കെ അവർക്ക് വളരെ ശക്തമായിട്ട് തോന്നിക്കുന്നുണ്ട്. ശരിക്കും അവർക്ക് മനസ്സിലാകുന്ന ഒരു ഗ്രോത്ത് ആയിരുന്നു, ഒരു വളർച്ചയായിരുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ ഒരു പുതിയ ചുവടുവയ്പ് നടത്തിയതൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലായിരുന്നു എന്നൊക്കെ അവരിപ്പോൾ കറൻറ്റിലി ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് തന്നെയായിരുന്നു നിങ്ങളുടെ റിലേഷനായിട്ടുള്ള ആ ഒരു എനർജിയിൽ അവർ കാണുന്നത്. മാത്രമല്ല അതിനകത്ത് വന്ന വീഴ്ചകൾ, നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളെക്കുറിച്ചും അവർ ശക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആക്ഷൻ എടുത്തതിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പരമാകുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ മറ്റു പല സിറ്റുവേഷൻസുകളും ലൈഫിലേക്ക് കണക്റ്റഡ് ആയത്, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ച ആ ഒരു നോ കോണ്ടാക്റ്റ്, ഒരു വിള്ളൽ, അല്ലെങ്കിൽ മറ്റ് ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ അതൊരു വിധിയുടെ എനർജിയും കൂടി. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ചൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി പോകാനുള്ള ഒരു യോഗമില്ലാത്ത ഒരു ബന്ധമായിരുന്നു എന്നുകൂടി അവർ ഈ ഒരു റിലേഷനെ കുറിച്ച് ചിന്തിക്കുമ്പം അതും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അവർക്ക് അതിനുള്ള അർഹതയില്ല, അല്ലെങ്കിൽ യോഗമില്ലാതെ പോയി എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് കൂടി അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ശരിക്കും ദ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. ഇതിനകത്തൊരു തേർഡ് സിറ്റുവേഷൻസ് ഒരു പക്ഷേ ഉണ്ടായിരുന്നു കാണും. നിങ്ങൾക്ക് മുന്നേ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവിടെ നിലനിന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അവർക്ക് മാറ്റി നിർത്താൻ പറ്റാതെ അവരുടെ ലൈഫിൽ, അവരുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട്, അവരുടെ വിധിയിൽ അവർ കണക്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സ്ട്രോങ് ആകുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്തുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ബന്ധം ഒരു വിധിയിൽപ്പെട്ടതല്ല, അതായത് അവർക്ക് യോഗമില്ലായിരുന്നു, അവർക്ക് വിധിച്ചിട്ടില്ലാത്ത ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ള ഒരു ചിന്ത കൂടി അവരുടെ മനസ്സിൽ വല്ലാതെ ഒരു പെയിൻ എനർജിയോട് കൂടി നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ കൂടാതെ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു ഇംബാലൻസിങ് ആണ്. ഒരു എന്താ പറയുക, അവർക്കൊരു സെൽഫ് ഹീലിംഗ് ഒക്കെ വേണ്ടി വരുന്ന രീതിയിൽ അവരെ ഇമോഷണലി ഒക്കെ വളരെയധികം പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസിലൂടെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് അവരുടെ ജീവിതത്തിൽ നിൽപ്പുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്ന അവരുടെ ഡെസ്റ്റിനിയിൽ പെട്ടതാണ്. അവർക്കൊരിക്കലും മാറ്റി നിർത്താനോ ഒഴിവാക്കാനോ പറ്റാത്ത വിധമുള്ള ഒരു അവസ്ഥയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും 6 of Wandsൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ അവർ ഹാപ്പി എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്ക് സന്തോഷമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ വളരെയധികം ആദരവോടു കൂടിയും റെസ്പെക്റ്റോടു കൂടിയും അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ അറിഞ്ഞുകൊണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു പേഴ്സൺ. അതായത് നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷം വരരുത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുമായിട്ട് ശക്തമായിട്ട് അറിഞ്ഞു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയതായിട്ടുള്ള സിറ്റുവേഷൻസും നിങ്ങളതിൽ വേദനയോടുകൂടി പിന്തിരിഞ്ഞു പോകുന്ന സമയത്ത് അവരും അതേ വേദനയോടുകൂടി നിങ്ങളെ ഫോക്കസ് ചെയ്തിരുന്നതായിട്ടുമൊക്കെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ഇഷ്ടക്കേടിൻ്റെയോ അല്ലെങ്കിൽ ഒഴിവാക്കലിൻ്റേതോ ആയിരുന്നില്ല. നിങ്ങൾക്ക് ദോഷം വരരുത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്കും ആ ഒരു പേഴ്സണും ഇടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതും ആ പ്രശ്നങ്ങളിൽ അവർ സക്സസ് ആവുകയും നിങ്ങൾ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞ്, അതായത് പരാജിതനായ പോലെ അല്ലെങ്കിൽ നിസ്സഹായതയോടുകൂടി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയും ചെയ്തിട്ടുള്ളതായിട്ട് അവർ എനർജിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ അവരതിൽ വേദനിക്കുകയാണ് ചെയ്തത് കേട്ടോ. നിങ്ങളെപ്പോഴും നിസ്സഹായതയോടുകൂടി നിൽക്കുമ്പം അവർക്കത് മനസ്സിലാകുമ്പോഴും അവരുടെ ഉള്ളിൽ വേദനയാണെങ്കിലും അവരത് പുറത്ത് കാണിക്കാതെ ഇരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തട്ടുകേട് വരരുത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലംസ് വരാതെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആവട്ടെ, നിങ്ങൾ ചേഞ്ച് ആവട്ടെ, നിങ്ങളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റുള്ള അല്ലെങ്കിൽ നല്ല
നല്ലൊരു പവർഫുള്ളായ ഒരു പേഴ്സണാലിറ്റിയിലുള്ള വ്യക്തിയായി തീരട്ടെ എന്നുള്ളൊരു ചിന്ത, ഒരു ഫയർ എനർജിയിലേക്ക് നിങ്ങൾ മാറണം എന്നുള്ളൊരു ചിന്തയാണ് അവരെ വല്ലാതെ ആ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തിച്ചത്. പക്ഷേ അവരെപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി നിങ്ങളുടെ എത്രയൊക്കെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയാലും, നോ കോണ്ടാക്റ്റിലേക്ക് പോയാലും അവർ നിങ്ങളെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഗുഡ് ന്യൂസുകളും പോസിറ്റിവിറ്റികളും അവർ അതാത് സമയങ്ങളിൽ അവരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവർ ചെറിയ പ്ലാനിങ്ങിലായിരിക്കാം കേട്ടോ. കാരണം ഒരു ഗുഡ് ന്യൂസ് എനർജി കുറച്ച് കാലതാമസം എടുത്താലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി അവർ നൽകുമെന്നുള്ളൊരു തീരുമാനം അവരുടെ മനസ്സിനകത്തുണ്ട് കേട്ടോ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിറാക്കിൾ പോലെ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഗുഡ് ന്യൂസ് എനർജി അവരിലൂടെ തന്നെ കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ വളരെ ഫ്രഷായിട്ട്, നിങ്ങളെ വളരെയധികം പോസിറ്റീവ് ആകുന്ന ഒരു ദൈവീക എനർജിയോട് കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ടെലിപ്പതി എനർജി, അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നുവോ അതെല്ലാം അവരിലേക്കും കണക്റ്റഡ് ആകുന്നുണ്ട്. അവർ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്കും കണക്റ്റഡ് ആകുന്നതായിട്ടുള്ള എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് അവർ കുറച്ച് മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണാൻ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇതൊരു തമാശയായിട്ടോ ഒരു നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ഒരു റിലേഷൻ അല്ല എന്നുള്ളതും, ഇതിനകത്ത് കുറച്ച് വിശ്വസ്തതയും ആത്മാർത്ഥതയും ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെയൊക്കെ ഒരു എനർജി കണക്റ്റഡ് ആവേണ്ട ബന്ധമാണ് എന്നുള്ളതും, ഇമോഷണൽ പരമാകുന്ന ഒരു മെച്യൂരിറ്റി ഈ ഒരു ബന്ധത്തിൽ കാണിക്കണം എന്നുള്ളതെല്ലാം അവർ വ്യക്തമായിട്ടും ചിന്തിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ വളരെയധികം സഹനശക്തി ഉള്ളതും എന്നാൽ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്ന വ്യക്തികളുമായിട്ടും വളരെ ബുദ്ധിപൂർവ്വം മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള, അതായത് എന്താ പറയുക, ഒരു നല്ല മാർഗ്ഗനിർദ്ദേശം മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുന്ന ഒരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ കാണുന്നത്. 7 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു വെയിറ്റിങ്ങിലാണ് അവരെ സംബന്ധിച്ച്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഒരു തീരുമാനം എടുക്കാനായിട്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ബേസ് ചെയ്ത് അവർക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ അവർക്ക് ഒന്നിലധികം പ്രശ്നങ്ങളെ മറികടക്കേണ്ടതായ ആവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അവരെ ആരൊക്കെ വാച്ചിങ് ചെയ്യുന്ന പോലുള്ള ഒരു ചിന്ത അവരെ അലട്ടുന്നുണ്ട്. അവരെ ആരും വാച്ചിങ് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ചെറിയൊരു ഭയം നിഴലിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് മറ്റാരൊക്കെയോ ഈ ഒരു പേഴ്സണെ വാച്ചിങ് ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട്സ് അവരെ വല്ലാതെ പിടിച്ച് നിർത്തുന്നതായിട്ട്, അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവർക്ക് എപ്പോഴും വേണ്ടത് ഒരു സമാധാനമാണ്. കറൻറ്റിലി അവർ ആഗ്രഹിക്കുന്ന ഒരു സമാധാനപരമാകുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ്. പിന്നെ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ മാത്രമാണോ, ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവാതെ വെറും ഒരു അഡിക്ഷൻ്റെ വെറും ഒരു അഡിക്ഷൻ ആണോ എന്നുള്ള ഒരു തോട്ട്സും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് അവർ വെയിറ്റിംഗ് ചെയ്താണ് നിൽക്കുന്നത്, തീരുമാനങ്ങളൊന്നും എടുക്കാതെ. അവരുടെ മനസ്സിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ വാല്യൂം, നിങ്ങളുടെ പ്രസൻസും, നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയും, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ എന്ത് തരത്തിലുള്ളതാണെന്നും ഒക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിലും അതിനകത്ത് അവർക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത് ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ഒരു റിലേഷനാണ്. ഇതിനകത്ത് മറ്റു വ്യക്തി ബന്ധങ്ങളുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൺഫ്യൂഷൻ തോന്നിക്കുന്ന ചില നെഗറ്റീവ് തോട്ട്സുകളും അവരെ വളരെ ശക്തമായിട്ട് പിടിച്ച് നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. നിരാശയുണ്ട് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വലിയൊരു നിരാശയുണ്ട്. അവരൊരിച്ചിരി സെൽഫിഷ് ആയിരുന്നു, നിങ്ങളുടെ മുന്നിൽ അവരിച്ചിരി സെൽഫിഷ് ആയിരുന്നു എന്നും നല്ലൊരു ടൈമിങ്ങിൽ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാതെ പോയതുമെല്ലാം അവർക്കിന്ന് നിരാശയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസോ ഒരു വലിയ ശക്തമാകുന്ന ഒരു ബ്ലോക്കേജോ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും വേറെ ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട് നിങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ടും ആ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്തുകൊണ്ടും തടസ്സമായിട്ട്. അതിനകത്തൊരു ലേഡി പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ്
എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു പാർട്ട്ണർ എനർജി എന്ന് പറയുന്നത്, സ്നേഹബന്ധം എന്ന് പറയുന്നത് നല്ല ഒരു കുടുംബ അന്തരീക്ഷം, ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയ ഒരു കുടുംബ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും അവർക്കൊരു ഇമോഷണൽ ബാലൻസ് ലഭിക്കുന്നതുമെല്ലാം നിങ്ങളോടൊപ്പം ആയിരുന്നു എന്നതും അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ലൈഫിലേക്ക് അവർക്ക് ഏറ്റവും നല്ലൊരു പാർട്ട്ണർ എനർജി, അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള നല്ലൊരു കുടുംബം, ജീവിതം, ലൈഫ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു പാർട്ട്ണർ എനർജി നിങ്ങളായിരുന്നു എന്നുള്ളതും അവരെ സംബന്ധിച്ച് ഇപ്പോൾ കറൻറ്റിൽ അവർക്ക് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവിടെ ഒരു തടസ്സമുണ്ട്. ഒരു ഫെമിനിയൻ എനർജിയുടെ, ഒരു സ്ട്രോങ് ആയ ഫെമിനിയൻ എനർജിയുടെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ വളരെ ശക്തമായിട്ട് കോൺഫിഡൻസോടു കൂടി ബ്ലോക്കേജ് ആയിട്ട് നിൽക്കാൻ പവറുള്ള ഒരു കരിയർ പാതയെ ബേസ് ചെയ്തുള്ള വ്യക്തിയാവാം, അതല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഒരു തേർഡ് സിറ്റുവേഷൻസ് ആവാം. എന്താണെങ്കിലും വളരെ സ്ട്രോങ് ആയ ഒരു ലേഡി പ്രസൻസ് അവർക്ക് തടസ്സമായിട്ട്, നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയ, അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ലതായിട്ട് അവർക്ക് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും നല്ല ഒരു സോൾ കണക്ഷൻസ് നിങ്ങൾ തന്നെ ആയിരുന്നു എന്നതും അവർ തിരിച്ചറിയുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവർ ചിന്തിക്കുന്നത് കുറച്ചൊന്ന് വെയിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ റിയൂണിയൻ സാധ്യമാകുമെന്നും അവർ കറൻറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. ഒരു റീബർത്ത് എനർജിക്കുള്ള യോഗമുണ്ട് എന്നത് അവർ മനസ്സിലാക്കുന്നു. അത് ഒരു റിയൂണിയൻ എനർജി എന്ന് പറയുന്നത് ഒരു പക്ഷേ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തു കടന്നു പോകാം. അതല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ എനർജി ആയിട്ടും നിങ്ങളുടെ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ അവർക്ക് വേണം. അതേത് രീതിയിലാണെങ്കിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നത് അവരുടെ മനസ്സ് വളരെ ശക്തമായിട്ടും ആഗ്രഹിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഏതൊരു സമയത്തും നിങ്ങളുടെ ഓർമ്മകൾ അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇമോഷണലി അവർക്കൊരു വിരക്തിയാണ്. അതായത് അവർക്ക് ആഗ്രഹമുണ്ട് ഇമോഷണലി കണക്റ്റഡ് ആകണമെങ്കിലും, പക്ഷെ അവരുടെ സാഹചര്യമാവാം, അവരുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളെ ബേസ് ചെയ്താവാം, വേറെ വ്യക്തി ബന്ധങ്ങളാവാം, അവർക്ക് എല്ലാത്തിനും ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് കറൻറ്റ്ലി കാണുന്നത്. എന്താണേലും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിൽ അവർ ഫോക്കസ്ഡ് ആണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ വല്ലാതെ അലട്ടുന്ന ഒരു എനർജിയിലൂടെയുമാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്തിരുന്നതും അവരെ പിന്നെ ഫോളോ ചെയ്തതും എല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഒരു ഇംബാലൻസിങ് എനർജി ഉണ്ട്. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റാതെ പോയതും കണക്റ്റഡ് ആവാൻ ഇപ്പോൾ കറൻറ്റ്ലി സാധിക്കാത്തതുമാകുന്ന തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. പൊരുത്തക്കേടുകളുണ്ട് നിങ്ങൾക്കിടയിൽ കേട്ടോ. ഒരു ഇംബാലൻസിങ് എനർജിയാണ്. അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, നിങ്ങളോട് കറൻറ്റ് ഫീലിങ്സിലുണ്ടെങ്കിലും അവർ ചിന്തിക്കുമ്പം നിങ്ങളുടെ സ്നേഹം അവർക്ക് കണക്റ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളവരെ സ്നേഹിച്ചിരുന്ന ആ ഒരു ഫീലിങ്സ് അവരെ കണക്റ്റ് ചെയ്യുമ്പം അവിടെ ഒരു ഇംബാലൻസിങ് എനർജി ഉണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഓവർ കൺട്രോളിങ് ആവാം, അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ്, അവർ നിങ്ങളുടേത് മാത്രമായിട്ടിരിക്കണമെന്നുള്ള ആ ഒരു തോന്നലാവാം. ഇതൊക്കെ അവരെ സംബന്ധിച്ചൊരു ഇംബാലൻസിങ് എനർജിയിലാണ് നിൽക്കുന്നത്. അവർ നിങ്ങളിൽ നിന്നും ഇമോഷൻസ് ഉണ്ടായിട്ട്, നിങ്ങളുടെ സ്നേഹം അറിഞ്ഞ് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ടായിട്ട് പോലും അവർ നിങ്ങളിൽ നിന്നും പുറത്തു പോയി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവർ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വന്നു. ശരിക്കും നിരാശയുണ്ട്, വളരെയധികം ലോസ് ഫീലിങ്സ് ഉണ്ട്, കുറ്റബോധമുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുമ്പം പശ്ചാത്തപിക്കുകയും കുറ്റബോധം അനുഭവിക്കുകയും അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം, അതായത് ഒരു നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കൂടിയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ റിലേഷനിൽ ഒരു ഡബിൾ എനർജി പ്രസൻസ് ഉണ്ട്, ഒരു ശത്രുവിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾക്കുമെതിരെ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ സമയദോഷത്തിനനുസരിച്ച് ആ ഒരു നെഗറ്റിവിറ്റിയും കൂടി കണക്റ്റഡ് ആകുമ്പം നിങ്ങളുടെ റിലേഷനിൽ ബ്ലോക്കേജ് സംഭവിക്കുന്നു. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കവും കുറ്റബോധവും നിരാശയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളോടും, അവർക്ക് ചുറ്റുമുള്ള അവരുടെ പോസിറ്റീവാകുന്ന കാര്യങ്ങളോട് പോലും ഒരു വിരക്തിയും മടുപ്പുമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം അവർക്ക് വ്യക്തമായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടി എത്രത്തോളം എഫോർട്ട് എടുത്തിരുന്നു എന്നതും ഒക്കെ അവർ ചിന്തിക്കുമ്പം അവർക്കൊരു വല്ലാത്തൊരു വേദനയാണ്, ഒരു നിസ്സഹായതയായിട്ടാണ് അവർ നിൽക്കുന്നത്.
കാരണം ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനിയിൽപ്പെട്ട വിധിയായിട്ട് നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളാണേലും അവരാണേലും എക്സ്പീരിയൻസ് ചെയ്ത ഓരോ കാര്യവും നിങ്ങളുടെയും അവരുടെയും വിധിയെ ബേസ് ചെയ്താണ്, കർമ്മഫലമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ ഒരു പോസിറ്റീവ് ആകുന്ന മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ നല്ലപോലെ പ്രാർത്ഥിക്കുക, റൈറ്റ് ഹീലിംഗ് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക. പിന്നെ തേർഡ് പാർട്ടി പ്രസൻസ് ഉള്ളത് ഒരു സ്ട്രോങ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലാണ് കൂടുതൽ കണക്റ്റഡ് ആയതെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ അഫർമേഷൻസ് എഴുതാവുള്ളൂ കേട്ടോ.